സങ്കീർത്തന പുസ്തകം 127 അധ്യായം 1 വാക്യം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. സങ്കീർത്തന പുസ്തകം 121 അധ്യായം 1 വാക്യം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. 1 ദിനവൃത്താന്തം 17 അധ്യായം 9 വാക്യം. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും. സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും. സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും. ഏശയ്യായുടെ പുസ്തകം 65 അധ്യായം 21 വാക്യം. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും. മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. അവർ നടുന്നതിൻ്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും. മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. അവർ നടുന്നതിൻ്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 5 വാക്യം. വീട് പണിത് അതിൽ വസിക്കുവിൻ. തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ. വീട് പണിത് അതിൽ വസിക്കുവിൻ. തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ. പ്രാർത്ഥന. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവമേ, ഒരു ഭവനത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ നീ കാണണമേ. നിന്റെ സമ്പന്നതയിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങളെയും സ്വന്തമായി ഭവനമില്ലാതെ വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ.